ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തു പറ്റി? ആഭ്യന്തര ഉപഭോഗത്തിൽ വർധനയുണ്ടാകുമോ? ആഗോള മാറ്റങ്ങൾ ഇന്ത്യയെ ഇളക്കിമറിച്ചു. സ്വർണ്ണ വിപണി കാത്തുവെക്കുന്നത് പ്രതീക്ഷകളുടെ നാളെയോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അസ്ഥിരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആശ്വാസ നടപടികൾ ഫലം കാണുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ്. പുറത്തുവന്ന ഏറ്റവും പുതിയ ഫലങ്ങൾ ഇന്ത്യൻ കോർപ്പറേറ്റ് വരുമാനം സമ്മർദ്ദത്തിൽ തുടരുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഇത് ഉപഭോഗ പുനരുജ്ജീവനത്തിന്റെ ആവശ്യകതയ്ക്ക് അടിവരയിടുന്നു. കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷ ശക്തമായിട്ടുണ്ട്. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളെല്ലാം വെല്ലുവിളി ഉയർത്തുന്ന ഘടകങ്ങളാണ്. രാജ്യത്തിന്റെ മെച്ചപ്പെട്ട കയറ്റുമതിയും ഗ്രാമീണ ചിലവുകളിലെ വർധനയും ഒരൽപ്പം ശുഭാപ്തി വിശ്വാസം നൽകുന്നുണ്ടെന്ന് വേണം പറയാൻ. വരാനിരിക്കുന്ന മൺസൂണിനെയും 8ാം ശമ്പള കമ്മീഷന്റെ സ്വാധീനത്തെയും ആശ്രയിച്ച് വിപണിയുടെ മുന്നേറ്റത്തിന് ആഭ്യന്തര ഉപഭോഗത്തിന്റെ പുനരുജ്ജീവനം നിർണായകമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അസ്വാരസ്യങ്ങൾ വിദേശ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ഇനിയും തീർപ്പാക്കാത്ത അമേരിക്കയുടെ ഇറക്കുമതി തീരുവ. ഇന്ത്യയുടെ സ്ഥിരതയുള്ള സാമ്പത്തിക മുന്നേറ്റത്തിന് മങ്ങലേറ്റ അവസ്ഥയാണുള്ളത്. ഇത് മൊത്തത്തിൽ കമ്പനികളുടെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവുകൾ ഫലപ്രാപ്തിയിലെത്താൻ സമയമെടുക്കും. ആഭ്യന്തര ഉപഭോഗം നൽകുന്ന പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ ഇന്ത്യക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. സൂചന നൽകിയ സ്വർണ്ണവിലയാണ് ഇപ്പോൾ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവിലയിലെ അസ്ഥിരതയ്ക്ക് കാരണം എന്താണ്? എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും പിടിതരില്ലെന്ന മട്ടിലാണ് സ്വർണ്ണ വിപണി. തുടർച്ചയായ ഇടിവുകൾ കഴിഞ്ഞ് വീണ്ടും കുതിപ്പിന്റെ ട്രാക്കിലേക്ക് മാറിയിരിക്കുകയാണ് സ്വർണം. രാജ്യാന്തര വിലയിലുണ്ടായ വ്യത്യാസവും ഡോളറിനെതിരെ രൂപയുടെ ചാഞ്ചാട്ടവുമാണ് കാര്യമായ ഇടിവിലേക്ക് സ്വർണത്തെ നയിച്ചത്. അമേരിക്കയുടെ ഇറക്കുമതി താരിഫിൽ ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമവായവും വില കുറയാൻ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പക്ഷേ നിലവിലെ തിരിച്ചുകയറ്റത്തിനുള്ള ഘടകങ്ങൾ ശക്തമാണ്. യുഎസിൽ പണപ്പെരുപ്പം കുറയുന്നതായുള്ള സൂചനകളും ദുർബലമായ ഉപഭോക്തൃ ചെലവ് ഡാറ്റയും ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സാധ്യതയാണ് സ്വർണത്തിന് കരുത്താകുന്നത്. ഡോളറും ബോണ്ട് ഈൽഡ് താഴ്ന്നതും സ്വർണ്ണവില കയറാനുള്ള കാരണങ്ങളാണ്. കാർഷിക വിപണിയിൽ അടുത്ത വാരം ഇന്ത്യൻ നാളികേരോൽപ്പന്ന വിപണി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്. തേങ്ങയ്ക്ക് കടുത്ത ക്ഷാമം. വിലയുയർത്തി കൊപ്ര സംഭരിച്ചത് വെളിച്ചെണ്ണ വിലയെ ചൂടുപിടിപ്പിച്ചു. കുരുമുളക് തിരിച്ചുവരവിന് ശ്രമം തുടങ്ങി. അന്തർ സംസ്ഥാന വാങ്ങലുകാർ നിരക്ക് ഇനിയും കുറയുമോ എന്ന് ഉറ്റുനോക്കുന്നു. ഏഷ്യൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ പുതിയ സീസണിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും നാളികേരത്തിന് ആവശ്യക്കാരുണ്ട്. വിളവെടുപ്പ് പുരോഗമിക്കുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള ഉൽപാദനക്ഷാമം വിട്ടുമാറാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരും. മറുവശത്ത് വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചുങ്കം ഉയർത്തിയതിനാൽ പാം ഓയിൽ അടക്കമുള്ള പാചക എണ്ണകളുടെ വരവ് ചുരുങ്ങിയതും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയർത്തി. ഇതിനിടയിൽ രാജ്യാന്തര വിപണിയിലും ലഭ്യത ചുരുങ്ങിയത് ഇന്ത്യയിലേക്കുള്ള കൊപ്ര ഇറക്കുമതി ചുരുങ്ങാനിടയാക്കി. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും
വിളവ് ചുരുങ്ങിയത് രാജ്യാന്തര മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില ചൂടുപിടിക്കാൻ അവസരമൊരുക്കി. കൊച്ചിയിൽ എണ്ണ സർവകാല റെക്കോർഡ് വിലയായ 27,400 രൂപയിലും കൊപ്ര 18,300 രൂപയിലുമാണ്. കഴിഞ്ഞ മാസം റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കുരുമുളക് പിന്നീട് കനത്ത വില തകർച്ചയിൽ അകപ്പെട്ടത് മേഖലയെ സമ്മർദ്ദത്തിലാക്കി. ഇത് കണ്ട് ഉൽപാദന മേഖല വിൽപ്പന നിയന്ത്രിച്ചത് ചെറുകിട വിപണികളിൽ ചരക്ക് ക്ഷാമത്തിന് കാരണമായി. അതേസമയം വൻകിട വ്യവസായികൾ വിദേശ കുരുമുളക് നാടൻ ചരക്കുമായി കലർത്തി വിൽപ്പനയ്ക്ക് ഇറക്കുന്നതിൽ നേരിയ കുറവുണ്ട്. അടുത്ത 2 ആഴ്ചകളിൽ ടെർമിനൽ മാർക്കറ്റിൽ വരവ് ചുരുങ്ങിയാൽ മുളക് വില വീണ്ടും മികവ് കാണിക്കും. ഓഫ് സീസണിലെ ഉയർന്ന വില ഉറപ്പുവരുത്താമെന്ന നിഗമനത്തിൽ ബ്രസീലും ഇന്തോനേഷ്യയും മത്സരിച്ച് കൊട്ടേഷൻ ഇറക്കുന്നുണ്ട്. മലേഷ്യയും ശ്രീലങ്കയും കരുതൽ ശേഖരം ഉയർന്ന വിലയ്ക്ക് വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ്. രാജ്യാന്തര വിപണിയിൽ മലബാർ മുളക് വില ടണ്ണിന് $8,400 ബ്രസീൽ $6,900 വിയറ്റ്നാം $7,000 ശ്രീലങ്ക $7,100 ഇന്തോനേഷ്യ $7,500 ചരക്ക് കയറ്റുമതി നടത്താമെന്ന നിലപാടിലാണ്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 70,400 രൂപ. മൺസൂൺ വരവ് മുന്നിൽ കണ്ട് ഹൈറേഞ്ചിലെ കർഷകർ കൈവശമുള്ള ഏലക്ക വിറ്റുമാറാൻ ഉത്സാഹിച്ചു. അടുത്ത മാസം 2ാം പകുതിയിൽ വിളവെടുപ്പിന് തുടക്കം കുറിക്കാനാവുമെന്നാണ് ആദ്യ വിലയിരുത്തൽ. അറബ് രാജ്യങ്ങളിൽ നിന്നും ബക്രീദ് ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് വാങ്ങലുകാർ ഏലക്ക സംഭരണം ശക്തമാക്കി. കയറ്റുമതിക്കാർ വലിപ്പം കൂടിയ ഇനങ്ങളിലാണ് താൽപര്യം കാണിക്കുന്നതെങ്കിലും സ്റ്റോക്കില്ല. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,000 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,200-2,400 റേഞ്ചിലുമാണ്. താരിഫ് വിഷയത്തിൽ അമേരിക്ക ചൈന ധാരണ ആഗോള റബ്ബർ അവധി വ്യാപാരത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിച്ചു. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ വില കിലോ 320 യെന്നിലേക്ക് ഉയർത്തി. 8 മാസത്തിനിടയിലെ ഏറ്റവും മികച്ച നേട്ടം. തായ്ലൻഡിൽ ടാപ്പിംഗ് 1 മാസത്തേക്ക് നീട്ടിവെക്കാൻ ഭരണകൂടം കർഷകരോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് വിപണിയുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുമെന്ന ഘട്ടത്തിലാണ് സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനക്കാരായത്. ഇതോടെ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 209 രൂപയിൽ നിന്നും 203 ഇടിഞ്ഞു. സംസ്ഥാനത്ത് ഓഫ് സീസൺ ആയതിനാൽ വിപണികളിൽ റബ്ബർ വരവ് കുറവാണെങ്കിലും കാലവർഷം പതിവിലും നേരത്തെ എത്തുമെന്ന വിലയിരുത്തൽ ആഭ്യന്തര വ്യവസായികളെ വില ഉയർത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. വേനൽ മഴ ലഭ്യമായതും പ്രീ മൺസൂൺ മഴയുടെ വരവും തോട്ടമേഖലയ്ക്ക് അനുകൂലവുമാണ്. RSS 4ാം ഗ്രേഡ് റബ്ബർ 19,700 രൂപയിൽ വിപണനം നടന്നു. ലാറ്റക്സ് വില 13,400 രൂപ. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഓണറിന്റെ പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത സ്മാർട്ട് ഫോൺ പണിപ്പുരയിലാണ്. നെക്സ്റ്റ് ക്വാണ്ടം OS അധിഷ്ഠിത മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ വൈകാതെ വിപണിയിലെത്തും. ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതും വിവിധ രാജ്യങ്ങളിൽ ലഭ്യമാകുന്നതുമായ നെക്സ്റ്റ് ക്വാണ്ടം OS ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ് ഓണർ. ഇന്ത്യയിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി എന്ന ടാഗ് ലൈനിലാണ് ഫോൺ വിപണിയിലെത്തിക്കുക. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്തുന്ന അൽക്കാറ്റലുമായി സഹകരിച്ചാകും ഉൽപാദനം. ഫ്ലിപ്കാർട്ടിലായിരിക്കും ഫോൺ ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങളൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഓണർ ഇന്ത്യ CEO മാധവ് സേത്താണ് പുതിയ ഫോണിനെ കുറിച്ചുള്ള സൂചന നൽകിയത്. പുതിയ ലോഞ്ചുകൾ ഒന്നുമില്ലാതെ മൗനത്തിലായിരുന്നു പോയ വർഷം ടൊയോട്ട. എന്നാൽ ആരാധകരോട് നിരാശരാകേണ്ടെന്ന് പ്രഖ്യാപനത്തോടെ അത്യുഗ്രൻ 7 സീറ്ററാണ് ഈ വർഷം കമ്പനി നിരത്തിലെത്തിക്കുന്നത്. 2024 ഒരേയൊരു SUV മാത്രമാണ് ടൊയോട്ട പുറത്തിറക്കിയത്. ഈ വർഷവും ഒരേയൊരു വാഹനമാകും പുറത്തിറക്കുക. ടൊയോട്ട 7 സീറ്റർ SUV ആണ് ഇത്തവണ വിപണിയിലെത്തിക്കുന്നത്. പുതിയ ഡിസൈൻ ആകാനാണ് സാധ്യത. ഈ വിറ്റാരയോടും ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ EVയോടും സാമ്യത പുലർത്തുന്നതായിരിക്കും ഡിസൈൻ. പൂർണ്ണമായും ആവരണത്തോടെ പഴുതടച്ചാണ് പരീക്ഷണോട്ടം പോലും നടത്തുന്നത്. 7 സീറ്റർ ആയതിനാൽ വലിയ വീൽ ബേസ് ആണുള്ളത്. ഉൾവശത്ത് പുതിയ ഡാഷ്ബോർഡ് രൂപകൽപ്പനയും പ്രീമിയം മെറ്റീരിയലുകളുടെ ഉപയോഗവും പ്രതീക്ഷിക്കാം. ഈ വർഷം അവസാനമാണ് വിപണിയിലെത്തുക. കൊക്കിലൊതുങ്ങുന്ന വില തന്നെയാകുമെന്നാണ് സൂചന. വിനോദവാരം. ജൂൺ 2 സ്കൂൾ തുറക്കും. ഇതിനു മുൻപ് കുരുന്നുകളോടൊപ്പം ഒരു മൂവി ടൈം ആവശ്യമല്ലേ? നോക്കാം സൂപ്പർ ഹീറോകളും മാന്ത്രിക ജീവികളുമൊക്കെയുള്ള ഒരു കൂട്ടം ആനിമേറ്റഡ് കിഡ്സ് സിനിമാ വിശേഷങ്ങൾ.
സൂപ്പർ ഹീറോകളെയോ മാന്ത്രിക ജീവികളെയോ രാക്ഷസന്മാരെയും കുറിച്ചുള്ള സിനിമ ആസ്വദിക്കാൻ ഒരു കുട്ടിയാകണമെന്നില്ല. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തുന്നത്. ഒരു കൂട്ടം ആനിമേറ്റഡ് കിഡ്സ് ചിത്രങ്ങളാണ് ഈ മാസം പുറത്തിറങ്ങുന്നത്. ഡിസ്നി വീണ്ടും കുട്ടികളെ രസിപ്പിക്കാൻ ആനിമേറ്റഡ് ചിത്രവുമായി എത്തുന്നു. ഈ ചിത്രത്തെ സയൻസ് ഫിക്ഷൻ എന്നും വിളിക്കാം. ലിലോ എന്ന പെൺകുട്ടിയും സ്റ്റിച്ച് എന്ന നായയെ പോലെയുള്ള അന്യഗ്രഹ ജീവിയും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ലിലോ ആൻഡ് സ്റ്റിച്ച് എന്ന ചിത്രം ഈ മാസം 23-ന് തിയേറ്ററുകളിലെത്തും. ലോകമെമ്പാടുമുള്ള ആക്ഷൻ സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ജാക്കി ചാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ദ കരാട്ടെ കിഡിന്റെ തുടർഭാഗം റിലീസിനൊരുങ്ങുന്നു. കരാട്ടെ കിഡ് ലെജൻഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയിലെ 6ാമത്തെ ചിത്രമാണ്. ജാക്കി ചാൻ, റാൾഫ് മാച്ചിയോ, ബെൻ വാങ്, ജോഷ്വ ജാക്സൺ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഈ മാസം 30-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. പെപ്പ പിഗിന് ഒരു അനുജത്തിയെ ലഭിക്കുന്നു എന്നറിയുമ്പോൾ ആരാധകർ സന്തോഷിക്കും. പെപ്പെ മീറ്റ്സ് എ ബേബി തിയേറ്ററുകളിലെത്തുന്നു. 2017-ലെ മൈ ഫസ്റ്റ് സിനിമ എക്സ്പീരിയൻസ്, 2024-ലെ പെപ്പ സിനിമ പാർട്ടി എന്നിവയുൾപ്പെടെയുള്ള മുൻ പെപ്പ പിഗ് റിലീസുകളെ പോലെ രസകരവും സംഗീതം നിറഞ്ഞതുമായ ഒരു അനുഭവം പ്രതീക്ഷിക്കാം. പുതിയ പാട്ടുകളും മ്യൂസിക് വീഡിയോകളും ഉൾപ്പെടുന്ന പെപ്പ പിഗിന്റെ 10 പുതിയ എപ്പിസോഡുകൾ 14 രാജ്യങ്ങളിലായി 2600-ലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 30-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. പ്രമുഖ മലയാളി റാപ്പർ വേടൻ നയിക്കുന്ന ഓളം ലൈവ് 2025 ഈ മാസം 31-ന് കൊച്ചിയിൽ. തിരുവനന്തപുരം കനകക്കുന്നിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള ഈ മാസം 23 വരെ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.